തീർത്തും അവഹേളനാപരമായ രംഗങ്ങളാണ് ആപ്പിൾ പ്ലസ് ടിവിയിലെ യുവർ ഫ്രണ്ട്സ് ആൻഡ് നൈബേഴ്സ് എന്നറിയപ്പെടുന്ന ഷോയിലൂടെ പരിശുദ്ധ കുർബാനയ്ക്കെതിരെ നടത്തിയിരിക്കുന്നതെന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റ് കാത്തോലിക് സംഘടനയായ കാത്തലിക് വോട്ട് പറയുകയുണ്ടായി. കാത്തലിക് വോട്ട് വെബ്സൈറ്റിന്റെ മൺഡേ ലെറ്ററിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. യുവർ ഫ്രണ്ട്സ് ആൻഡ് നൈബേഴ്സ് TV ഷോയിലെ 6ാമത്തെ എപ്പിസോഡിലാണ് പ്രസ്തുത രംഗം അരങ്ങേറിയിരിക്കുന്നത്. ഒരു കത്തോലിക്ക ദൈവാലയത്തിലേക്ക് അതിക്രമിച്ചു കയറുന്ന പുരുഷ കഥാപാത്രം സക്രാരിയിൽ നിന്ന് തിരുവോസ്തി മോഷ്ടിക്കുന്നതായും വളരെ ലാഘവത്തോടെ നിന്ദാപരമായി പെരുമാറുകയും വിശുദ്ധ കുർബാന സ്വീകരണത്തെ അനാദരവോടെ സംസാരിക്കുകയും അടുത്തു നിൽക്കുന്ന സ്ത്രീ കഥാപാത്രത്തിന് കൊടുക്കുകയും തുടർന്ന് വളരെ അവഹേളനാപരമായുള്ള രംഗങ്ങളാണ് ആപ്പിൾ അധികൃതരുടെ മൗന സമ്മതം മൂലം എപ്പിസോഡിൽ നടന്നിരിക്കുന്നത്. തന്മൂലം പ്രസ്തുത ദൈവനിന്ദാപരമായ ഭാഗങ്ങൾ എപ്പിസോഡിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് കാത്തലിക് വോട്ട് രംഗത്ത് എത്തിയിരിക്കുന്നത്. ആപ്പിളിന്റെ CEO ആയിരിക്കുന്ന ടിം കുക്കുമായി നേരിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് കാത്തലിക് വോട്ടിന്റെ വൈസ് പ്രസിഡന്റും സ്ഥാപകരിൽ ഒരാളുമായ ജോഷുവ മിർസർ പറഞ്ഞു. കത്തോലിക്കരായ തങ്ങൾ പാരമ്പര്യമായി ഏകദേശം 2000 വർഷത്തിലധികം വിശ്വസിച്ചു പോരുന്ന സത്യമാണ് വിശുദ്ധ കുർബാനയിൽ വൈദികൻ വാഴ്ത്തി നൽകുന്ന തിരുവോസ്തി. ഇത് വെറുമൊരു അപ്പകഷ്ടമല്ലെന്നും യേശുക്രിസ്തുവിന്റെ ശരീരവും ദൈവത്വവും നിറഞ്ഞു നിൽക്കുന്ന തിരുവോസ്തിയാണെന്നും അവസാന അത്താഴ സമയത്ത് ഈശോ സ്ഥാപിച്ച ഏറ്റവും വിശുദ്ധ കൂദാശയാണെന്നും ഒരു ക്രൈസ്തവന്റെ ജീവസ്രോതസ് ആണെന്നും ജോഷുവ മെർസർ കൂട്ടിച്ചേർത്തു. ആപ്പിൾ കമ്പനി ദൈവദൂഷണപരമായ ഇത്തരം ചിത്രീകരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നാവശ്യപ്പെട്ട് കാത്തലിക് വോട്ട് സംഘടന പെറ്റീഷൻ ഇന്റർനെറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്.